ഒരു ഉറുമ്പ് മാളമുണ്ടാക്കി പുല്ലിൻ്റെ അരികളോ മാങ്ങാണ്ടിയുടെ അംശങ്ങളോ ചത്തുവീണ ജീവികളുടെ ശരീരമോ പെറുക്കിക്കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് അവയൊക്കെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് അതിനകത്ത് കൂട്ടിനകത്ത് തൻ്റെ വർഗത്തെ കൂട്ടി നിർത്തി ഒരു സാമൂഹിക ഘടനയും ഒരു സാമ്രാജ്യവും, ഉറുമ്പിൻ്റെ ഒരു സാമ്രാജ്യവും, അതിനകത്തൊരു വിവാഹവും അതിനകത്തൊരു അണചേരലും ഒക്കെ ഉണ്ടാക്കി പോകുമ്പോൾ ഈ കഴിച്ച ആഹാരത്തിലൂടെ ഒരു ഉറുമ്പായി പരിണമിച്ച് ജീവനായി ജീവിക്കുവാനും അതിൻ്റെ സങ്കല്പങ്ങൾ മറ്റുള്ളവയെ കണ്ട് വീണ്ടും അടുത്ത യോനിയിലേക്ക് അത് പരിണമിക്കുവാനും ആ പരിണാമത്തിൽ നിന്ന് അടുത്തതിലേക്ക് പരിണമിക്കുവാനും കൃത്യതയോടെ ജീവസന്ധായകമായ ഈ പ്രവൃത്തി കടന്നു പോകുമ്പോൾ, ഇതിനെ വാണിജ്യവൽക്കരിക്കുമ്പോൾ, ഇതിനെ നിയന്ത്രിക്കുമ്പോൾ, ഇതിനെ വികലമായി ഉപയോഗിക്കുമ്പോൾ, തനിക്കൊരു പുത്രനെ തന്ന് തൻ്റെ വംശാവലിയുടെ പേരും ചരിത്രവും നിലനിർത്താൻ ഉപയോഗിക്കുന്ന പുരുഷനെ കടക്കൺ കോണുകൊണ്ട് ആകർഷിച്ച് ലൈംഗികതയുടെ ഭീകര മുഖത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ, ഹേ മനുഷ്യ, നീയും നിന്റെ പരമ്പരയും മഹാരോഗത്തിന് വിത്തിടുകയാണെന്ന് ഏത് ശാസ്ത്രകാരനെന്നല്ല ഏത് പിഞ്ചു കുഞ്ഞിന് പോലും ഉറക്കെ പറയാൻ കഴിയില്ലേ? നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ വഴിയിലായിരുന്നു. അന്യതാകാമത്തിൻ്റെ വഴിയിലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു സ്വഭാവേനയും അസ്വഭാവേനയും എന്ന് പറയുന്ന രണ്ട് വലിയ ലോകം സ്വാമി തന്നു. അപ്പോൾ സ്വഭാവേന ഉണ്ടാകുന്നതിൻ്റെ ഒരു പൂർത്തീകരണവും അതിൻ്റെ ഒരു ആനന്ദവും എന്ന രീതിയിൽ എനിക്ക് തോന്നി. മറ്റ് വരുന്നത് കോശങ്ങളിൽ നടക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള ഒരുപാട് ആന്തോളനം, അവിടെയാണ് നമ്മൾ നിർത്തിയത്. നമുക്ക് അതുവഴി തന്നെ പോകാമോ? തീർച്ചയായും. ആത്മതലങ്ങളെ വെച്ചുകൊണ്ട് നോക്കിയാൽ ഏകവും അദ്വയവുമായ ആത്മാവാണ് ഉള്ളത് മാത്രം. ബാക്കി ഒന്നുമില്ല, ഈ പ്രപഞ്ചമേ ഇല്ല. അത്തരമൊരു ചിന്തയുടെ സ്വാഭാവികതയിലാണ് ബ്രഹ്മചര്യം സ്വാഭാവികമാകുന്നത്. പ്രപഞ്ചത്തെയും ജീവനെയും പ്രതിഭാസമായ പ്രപഞ്ചത്തെയോ ജീവനെയോ പ്രകൃതിയെയോ കണക്കിലെടുത്താൽ സ്വാഭാവികമായ ലൈംഗികതയെ അതിവർത്തിക്കാൻ ഒരുങ്ങുന്നതെല്ലാം പ്രകൃതി വിരുദ്ധവും അസ്വാഭാവികവുമാണ്. അതുകൊണ്ട് ഒരുവൻ അതിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നീണ്ട പരിശീലനം അനിവാര്യമാണ്. കഴിക്കുന്ന ആഹാരമാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്. ഞാനെന്നും നിങ്ങളെന്നും പറയുന്നതിനകത്ത് എൻ്റെ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങളാകുന്ന ഘടകങ്ങൾ മുഴുവനാണ്, സങ്കല്പം മുഴുവനാണ് ഞാനുണ്ടാകാൻ കാരണം. എത്ര സംവത്സരങ്ങൾ, എത്ര തലമുറകൾ എൻ്റെ പാരമ്പര്യം സങ്കല്പിച്ചതിൻ്റെ പൂർത്തീകരണമാണ് ഞാൻ. ഈ ചോദ്യം എന്നോട് ചോദിക്കുകയും എൻ്റെ കോശങ്ങളുടെ ബോധത്തിനുള്ളിലേക്ക് അന്തർമുഖനായി ആണ്ടിറങ്ങുവാൻ ഞാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതിക്കുള്ളിൽ സംയോജിപ്പിച്ചു വെച്ചൊരു ശരീരഘടനയെ ഉണ്ടാക്കി അതിന് അനുഗുണങ്ങളായ ആഗ്രഹങ്ങൾ, അതിനുള്ള കർമ്മങ്ങൾ, അതിൻ്റെ നേട്ടത്തിലുള്ള സന്തോഷം, ഇവയ്ക്കായി എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നല്ലൊരു ഭാഗം അബോധരൂപേണ, നല്ലൊരു ഭാഗം ഉപബോധരൂപേണ, നല്ലൊരു ഭാഗം ബോധരൂപേണ, ജാഗ്രതായി, സ്വപ്നമായി, സുഷുപ്തിയായി. അതിൽ നല്ലൊരു ഭാഗം അബോധവും സാമൂഹികമായി, കളക്റ്റീവ് അൺകോൺഷ്യസ്, നല്ലൊരു ഭാഗം സ്വപ്നങ്ങളും കളക്റ്റീവായി. എൻ്റെ സ്വപ്നവും അങ്ങയുടെ സ്വപ്നവും ചേരുന്നിടത്താണ് നാം തമ്മിലുള്ള ബന്ധങ്ങളുടെ പലതിൻ്റെയും ഈടുവയ്പ്. തീർച്ചയായും സ്വാമിജി.
ജാഗ്രത്തിലുള്ള എൻ്റെ സ്വഭാവത്തെ നിരാകരിച്ചും ജാഗ്രത്തിലുള്ള അങ്ങയുടെ സ്വഭാവത്തെ നിരാകരിച്ചും നമ്മൾ ഒന്നിച്ച് ചിലപ്പോൾ സഞ്ചരിക്കും. തീർച്ചയായും അത് സ്വപ്നത്തിലുള്ള നമ്മൾ തമ്മിലുള്ള ചർച്ചയാണ്. മനസ്സിലായി സ്വാമിജി. ജാഗ്രത്തിൽ പ്രകടമായ എതിർപ്പുകൾ മുഴുവൻ രേഖപ്പെടുത്തുമ്പോഴും സ്വപ്നത്തിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും സ്വാമിജി. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ തന്നെ ഒരു പിടിയുണ്ട്. അപ്പോൾ നമുക്കൊരു കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. തീർച്ചയായും ജാഗ്രത്തിൽ നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബോധപ്രക്രിയയുടെ ഒരു ഭാഗം ആസൂത്രിതമായ കളക്റ്റീവായിട്ടുള്ളൊരു ബോധവും പ്രകടമായി നമ്മൾ ബോധ്യത്തോടുകൂടി അവൻ അറിയണ്ടെന്ന് വിചാരിച്ച് ഒളിച്ചു വെക്കുന്ന ഒരു ഭാഗം ജാഗ്രത്തിലെ വൈയക്തിക ബോധവും. ഒരേ സമയം നമ്മൾ വ്യക്തിയും സമൂഹവുമാണ്. തീർച്ചയായും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും. മനസ്സിലായി സ്വാമിജി. നമുക്ക് 6 രൂപങ്ങൾ മിനിമമുണ്ട്. അതിൻ്റെ ഇടയിൽ ആന്തോളനം ചെയ്യുന്ന ഒട്ടേറെ രൂപങ്ങൾ. ഈ വേളകളിലെല്ലാം പ്രവൃത്തിയെടുത്തുകൊണ്ട് ഇരിക്കുന്നതാണ് കോശങ്ങൾ. ഈ കോശങ്ങൾക്കകത്ത് ആൺപെൺ വ്യത്യാസങ്ങളുണ്ട്. കോശരതിയുടെ ഘടനാവൈചിത്ര്യങ്ങളിൽ പുരുഷനിലിരുന്ന് സ്ത്രൈണ കാമനയുടെ ലോകങ്ങളെ സൃഷ്ടിക്കുന്ന സ്ത്രൈണകോശങ്ങളുണ്ട്. മനസ്സിലായി സ്വാമിജി. അവ ഉൽപ്പാദിപ്പിക്കുന്ന ഒട്ടേറെ സ്ത്രൈണരസങ്ങളുണ്ട്. ഒട്ടേറെ പുരുഷകോശങ്ങളുണ്ട്. അവ പുറപ്പെടുവിക്കുന്ന പൗരുഷം തികഞ്ഞ രസങ്ങളുണ്ട്. മനസ്സിലായി സ്വാമിജി. ഇതെല്ലാം കലർന്നതാ ലോകം. ഇത് ചെറുതല്ല. തീർച്ചയായും ഇവയിൽ ഇണങ്ങി നിൽക്കുന്നവ പുരുഷവും സ്ത്രൈണവുമായത്, പുരുഷവും പുരുഷവുമായത്, സ്ത്രൈണവും സ്ത്രൈണവുമായത്, അനേക ജനിതകങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടിണങ്ങി നിൽക്കുന്നവ കൈമാറി ഈ ഒരു ജന്മം കൊണ്ട് പൂർത്തി നേടി ഇണങ്ങി നിൽക്കുന്നവ. ഇവ ഇണങ്ങിച്ചേർന്നൊരു ശരീരഘടനയ്ക്കുള്ളിൽ സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായ ശരീരം വിരചിച്ച് നിലകൊള്ളുമ്പോൾ അതിൽ നിന്നൊരു പറ്റം പൂർണ്ണമായ സങ്കൽപ്പനങ്ങളുടെ സൃഷ്ടിക്കായി കൊണ്ട് സൃഷ്ടിന്മുഖമായി പോകുമ്പോഴും കേവലമായൊരു അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അടിസ്ഥാനത്തിൽ വിനാശകരമായി പോകുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന രതി തുല്യമായിരിക്കും. ഒരിക്കലും സ്വാമിജി. പ്രകൃതി വിരുദ്ധങ്ങളായ പരിപാടികളിലൂടെ നിങ്ങളിലിരിക്കുന്നൊരു ബീജത്തെ സ്രവിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോഴും വികാരം തലയിൽ കത്തിച്ച് സങ്കല്പത്തിലൂടെ പുറത്തു കളയാൻ ശ്രമിക്കുമ്പോഴും ബാഹ്യമായ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ അല്ലാതെ കളയാൻ ശ്രമിക്കുന്ന ലൈംഗികതയിലൂടെ പുറത്തു കളയുമ്പോഴും നിങ്ങളുടെ കോശങ്ങൾക്കും ബോധത്തിനും ഓർമ്മയ്ക്കും സംഘർഷം കൂടുമോ? അതല്ല ആനന്ദമുണ്ടാകും. സംഘർഷം കൂടും സ്വാമിജി. ആ സംഘർഷമെല്ലാം മാനസിക രോഗത്തിൻ്റെ പട്ടികയിലേക്ക് വളർത്തുമെങ്കിൽ മതത്തിൻ്റെയും സംഘടിത ശ്രമങ്ങളുടെയും ലോകങ്ങൾ അനിയന്ത്രിതമായ ലൈംഗികതയെ മനോരോഗത്തിൻ്റെ ഊരാക്കുടുക്കുകളിലേക്കായിരിക്കില്ലേ വളർത്തുന്നത്? തീർച്ചയായും സ്വാമിജി. ഇതാണ് ശരീരശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണം. ഈ അന്വേഷണമാണ്
പഠിക്കേണ്ടത്. തീർച്ചയായും. ഇത് പഠിച്ചിട്ട് വേണം ഈ വഴിയിൽ പോകാൻ. ഇതൊരു എളുപ്പവഴിയാണെന്ന് വിചാരിക്കുന്നു. ഇത് ഇപ്പോൾ എനിക്കിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായത്. കൺഫ്യൂഷൻ എൻ്റെ വേഷം അത് ഒരു വശമാണ്. അല്ല, അത് പിന്നെ സ്ഥിരമായി കാണുന്ന ഈ കാഴ്ചയുടെ ഒരു കോശീയ ബന്ധമുണ്ടല്ലോ സ്വാമിജി, പ്രേക്ഷകരും ആയിക്കൊണ്ട് സഹിക്കാം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സന്യാസത്തിലേക്കും അല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനപരതയിലേക്ക് വ്യക്തികൾ വേഷങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ സെക്സിനെ അടിച്ചമർത്തി ഈ രൂപത്തിലേക്ക് മാറുമ്പോഴും കുടുംബം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു അനിയന്ത്രിതമായ ഉപയോഗങ്ങൾ, പ്രയോഗങ്ങൾ, അതിനെ ആഗ്രഹിക്കൽ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഇത് രണ്ടും സമാനം തന്നെയാണ് എന്ന് പോലും തോന്നിപ്പോകും. സമാനമാണെന്നാണല്ലോ ഞാൻ. അതെ, പറഞ്ഞത് അതാണ്. പക്ഷെ അത് ഒരു ഗൃഹസ്ഥൻ എന്നുള്ള രീതിയിൽ, ഞാൻ ഒരു അനുഭവസ്ഥൻ എന്നുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഭീകരമാണ്. ഞാൻ എത്രമാത്രം രോഗിയായിരിക്കുമോ എന്ന് പോലും ഭയന്നു പോവുകയാണ് ഇപ്പോൾ. തീർച്ചയായും. ഫലവത്തായി എത്ര കോശം, എത്ര മണിക്കൂറുകൾ പണിയെടുത്തിട്ടാണ് ഈ ആഹാരമെല്ലാം പചിച്ച്, എത്ര കലോറി താപവും എത്ര കലോറി ഊർജവും എത്ര ഗാലൻ വെള്ളവും എത്ര കിലോ കണക്കിന് സാധന സാമഗ്രികളും ഇട്ടി ഫാക്ടറിക്കകത്ത് ഇത്രയേറെ പണിയെടുത്ത ഈ രംഗങ്ങൾ മുഴുവൻ, ഈ ജീവചേതന മുഴുവൻ അതിനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വംശത്തെ നിലനിർത്തുന്ന വളരെ ശക്തമായ ഒരു പരിണമിച്ച ഒരു ജീവന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ്. തീർച്ചയായും. അത് സ്വാമിജി പറഞ്ഞ പോലെ നേരത്തെ ഉള്ളവരുടെ തൻ്റെ തന്നെയും ഒരു സങ്കല്പം തന്നെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത ഭീകരമായിട്ട് ഫീൽ ചെയ്യണം സ്വാമിജി. ഒരു അമീബയും ബാക്ടീരിയയും വിഭജിച്ചു വരുന്നത് മുതൽ ഒരു ഉറുമ്പ് മാളമുണ്ടാക്കി പുല്ലിൻ്റെ അരികളോ മാങ്ങാണ്ടിയുടെ അംശങ്ങളോ ചത്തുവീണ ജീവികളുടെ ശരീരമോ പെറുക്കിക്കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് അവയൊക്കെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് അതിനകത്ത് കൂട്ടിനകത്ത് തൻ്റെ വർഗത്തെ കൂട്ടി നിർത്തി ഒരു സാമൂഹിക ഘടനയും ഒരു സാമ്രാജ്യവും, ഉറുമ്പിൻ്റെ ഒരു സാമ്രാജ്യവും, അതിനകത്തൊരു വിവാഹവും അതിനകത്തൊരു അണചേരലും ഒക്കെ ഉണ്ടാക്കി പോകുമ്പോൾ ഈ കഴിച്ച ആഹാരത്തിലൂടെ ഒരു ഉറുമ്പായി പരിണമിച്ച് ജീവനായി ജീവിക്കുവാനും അതിൻ്റെ സങ്കല്പങ്ങൾ മറ്റുള്ളവയെ കണ്ട് വീണ്ടും അടുത്ത യോനിയിലേക്ക് അത് പരിണമിക്കുവാനും ആ പരിണാമത്തിൽ നിന്ന് അടുത്തതിലേക്ക് പരിണമിക്കുവാനും കൃത്യതയോടെ ജീവസന്ധായകമായ ഈ പ്രവൃത്തി കടന്നു പോകുമ്പോൾ, ഇതിനെ വാണിജ്യവൽക്കരിക്കുമ്പോൾ, ഇതിനെ നിയന്ത്രിക്കുമ്പോൾ, ഇതിനെ വികലമായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഇപ്പോൾ വ്യക്തമായി പറയാൻ പറ്റില്ലെങ്കിലും രോഗം വരും തീർച്ച എന്ന് സ്വാമിജി ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. ഇതാണ് പ്രശ്നം. മനസ്സിലായി സ്വാമിജി. ജീവജാലങ്ങൾ അതിൻ്റെ ആദിമ ഭൗതിക സത്യത്തിൽ നിന്ന്, ആദിമ ജൈവ സത്യത്തിൽ നിന്ന്, ആദിമ ആധ്യാത്മിക സത്യത്തിൽ നിന്ന് ഇവിടെ അതിനെയൊക്കെ വേർതിരിച്ച് വേലികെട്ടി പരസ്പരം തമ്മിലടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകത്ര മൂന്നും ചേർന്ന് നിൽക്കുന്ന ചിരന്തനമായ ഒരാധ്യാത്മിക സത്യത്തിൻ്റെ, സർവാതിരിക്തമായൊരു ജൈവ സത്യത്തിൻ്റെ, സർവാശ്ലേഷിതമായൊരു ഭൗതിക സത്യത്തിൻ്റെ, നമ്മൾ ശ്രദ്ധിച്ചുപയോഗിച്ച പദങ്ങളാവാം. തീർച്ചയായും സ്വാമിജി. അതിൻ്റെ അനന്യലഭ്യമായൊരറിവിൽ അത്യന്ത സൂക്ഷ്മമായി ഈ കാണാവുന്ന ആഹാരം മുഴുവൻ പചിച്ച് ജൈവ കോശങ്ങളായി പരിണമിച്ച് മനുഷ്യനിലോളം എത്തി നിന്നിട്ട് അറിവില്ലാത്ത ആ ജീവികളിൽ ഒന്നുപോലും രോഗികളല്ലാതായി മാറുമ്പോൾ അതിൽ ഇത്രയും ആഹാരം, ഇത്രയും കലോറി താപവും, ഇത്രയും കലോറി ഊർജവും, ഇത്രയധികം സാധന സാമഗ്രികളും കൊണ്ടുവന്ന് കോശങ്ങളിൽ പചിച്ച് മെറ്റബോളിക് റേറ്റ് കൂട്ടി
രസമായി, മാംസമായി, രക്തമായി, മാംസമായി, മേധസ്സായി, അസ്ഥിയായി, മജ്ജയായി, ശുക്രമായി പരിണമിപ്പിച്ചെടുക്കുമ്പോൾ, ബീജമായി പരിണമിപ്പിച്ചെടുക്കുമ്പോൾ, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ബീജത്തെ അനായാസേന വികാരങ്ങൾ ഉതിർത്ത് വലിച്ചെറിയുമ്പോൾ, അതിനെ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കച്ചവട ലൈംഗികതയാക്കി മാറ്റുമ്പോൾ, മാതൃത്വത്തിന് ഉപകരിക്കാവുന്ന സ്ത്രീത്വത്തെ കാമകേളിയുടെ കലാശക്കൊട്ടിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ, തനിക്കൊരു പുത്രനെ തന്ന് തൻ്റെ വംശാവലിയുടെ പേരും ചരിത്രവും നിലനിർത്താൻ ഉപയോഗിക്കുന്ന പുരുഷനെ കടക്കൺ കോണുകൊണ്ട് ആകർഷിച്ച് ലൈംഗികതയുടെ ഭീകര മുഖത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ, ഹേ മനുഷ്യ, നീയും നിന്റെ പരമ്പരയും മഹാരോഗത്തിന് വിത്തിടുകയാണെന്ന് ഏത് ശാസ്ത്രകാരനെന്നല്ല ഏത് പിഞ്ചു കുഞ്ഞിന് പോലും ഉറക്കെ പറയാൻ കഴിയില്ലേ? തീർച്ചയായും ഇതാണ് ക്രിസ്തുവും നബിയും ശങ്കരനും ഒക്കെ സംസാരിച്ചതിൻ്റെ ഭാസുരമായ പൊരുൾ. മനസ്സിലായി സ്വാമിജി. അവിടെയാണ് ഊന്നൽ നൽകേണ്ടത്. ഒരു കച്ചവട ലൈംഗികത മതപരമായും ജാതീയമായും വർഗപരമായും പണമുണ്ടാക്കുവാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ ഭരണഘടന പോലും മാറിമറിയുമെന്നും ജീവിതം വിഷാദഗ്രസ്തമാകുമെന്നും കുടുംബങ്ങൾ തകരുമെന്നും രോഗങ്ങൾ വർദ്ധിക്കുമെന്നും ഈ ഇടവഴിയിലൂടെ ആരോഗ്യ ഇൻഷുറൻസും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ധാരാളമായി ഉണ്ടാകുമെന്നും 1947 ഏതാണ്ട് 10 ലക്ഷം രൂപയിൽ ഒതുങ്ങി നിന്ന വിദേശ മരുന്നുകൾ കോടികൾ വ്യാവസായിക പ്രാധാന്യമുള്ളതിലേക്ക് വികസിക്കുമെന്നും ഈ വികാസം ചൂണ്ടിക്കാണിച്ച് പുരോഗതിയെന്ന് നക്രതുണ്ടികൾ ആക്രോശിക്കുമെന്നും ഇന്ത്യൻ ഭരണാധികാരികളിൽ തേജസ്സാർന്ന മിസസ് ഗാന്ധി ആലോചിച്ചു പോയിരുന്നുവോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് എൻ്റെ സംശയവും. മനസ്സിലായി സ്വാമിജി. അവർ അന്ന് നടപ്പാക്കിയ ആ ഒരു മതേതര സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു നിയമം ഇങ്ങനെ ചിന്തിപ്പിക്കാതിരിക്കില്ല എന്ന് തോന്നുന്നു സ്വാമിജി. അതുകൊണ്ടാണ് ഞാൻ ആ വഴി പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. അപ്പോൾ നമ്മുടെ ഭരണഘടനയെയും മറ്റ് കാര്യങ്ങളെയും വെച്ചുകൊണ്ട് മതം ദുഷിച്ചു തുടങ്ങിയിരിക്കുന്നു. മതനേതാക്കന്മാർ ഭരണസിരാകേന്ദ്രങ്ങളിൽ അഴിഞ്ഞാടാൻ തുടങ്ങിയിരിക്കുന്നു. അവരെ പിൻപറ്റി വ്യവസായികൾ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ചോര വീഴ്ത്തുന്നു, തെരുവിലിറങ്ങുന്നു. ഇത്തരമൊരവസ്ഥയിൽ ലൈംഗിക പരങ്ങളായിരിക്കുന്ന ചിന്തകളെ ഒരു ഭാഗത്ത് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് അവയെ അകത്തളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അറിയുകയും വളരുകയും ചെയ്യുമ്പോൾ ഇന്ത്യയെ ആസ്ഥാനമായി മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ആധ്യാത്മിക പുരുഷൻ, ഒരു താന്ത്രികൻ, നിങ്ങൾ എൻ്റെ പുറകിൽ വന്നു നിന്ന് എൻ്റെ മറവിൽ ചെയ്യേണ്ട എൻ്റെ മുമ്പിൽ വന്നു നിന്ന് ചെയ്യൂ എന്ന് പറഞ്ഞ് ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വികസിച്ചപ്പോൾ ആ മഹാമനുഷ്യനെയും പരിചയമുള്ള മിസസ് ഗാന്ധി ഇങ്ങനെ ചിന്തിച്ചതാവുമോ?